ചപ്പാത്തി ചൂര അല്ലെങ്കിൽ ചപ്പാത്തി ചുർമ ഇങ്ങനെ പല പേരിലൊക്കെ ഇവന്മാരറിയപ്പെടും. സംഭവം ഈ പേര് കേൾക്കുമ്പോഴുള്ളൊരു ഭയാനകത മാത്രമേ ഉള്ളൂ കേട്ടോ. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, എന്നാൽ കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ്. സംഭവം ദേ ഇത്രയേ ഉള്ളൂ. ലെഫ്റ്റ് ഓവർ വന്ന ചപ്പാത്തികളൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയിൽ ഇത് എങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക. ശേഷം പാൻ വെച്ച് അതിൽ എണ്ണ ചൂടാകുമ്പോൾ ജീരകവും അല്ലെങ്കിൽ കടുക് ഇട്ട് കൊടുക്കുക. ഞങ്ങൾക്ക് കടുകിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം, അതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിലേക്ക് വേപ്പിലയും സബോളയും പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന ഒരു സംഭവമായിരിക്കും, പക്ഷേ ഈ പേര് കുറച്ച് പേർക്ക് മാത്രമേ അറിയാവൂന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഈ മസാലക്കൂട്ടുകളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആൻഡ് ഫൈനലി ഞാനിതിൽ ഒരു സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ ഏടത്തിയമ്മ പറഞ്ഞൊരു ട്രിക്കാണ് കേട്ടോ, ചപ്പാത്തി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം. രാജസ്ഥാനിൽ ജനിച്ചു വളർന്ന ചേച്ചിക്ക് ഇത്തരം നുറുക്ക് വിദ്യകൾ നല്ല വശവുമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ലെഫ്റ്റ് ഓവർ വന്ന ചപ്പാത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ.